നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്ന് സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സൗദിയിൽ വ്യവസായശാലകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരിക്കുകയാണ്. സൗദിയിൽ വ്യവസായശാലകളുടെ എണ്ണം 200-ൽ നിന്ന് 11,500 ഉയർന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വർധനവ് ഉണ്ടാകുന്നു? വ്യവസായ വികസന നിധി നടപ്പാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വർധനവ് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. റിയാദിൽ സംഘടിപ്പിച്ച വ്യവസായ ധാതു വിഭവ സംരംഭക വാരത്തോടനുബന്ധിച്ച ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു വ്യവസായ മന്ത്രി സുൽത്താൻ ബിൻ ഖാലിദ്. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. 1974 രാജ്യത്ത് ആകെ ഉണ്ടായിരുന്നത് 200 വ്യവസായശാലകളാണ്. എന്നാൽ 2024 എത്തി നിൽക്കുമ്പോൾ അത് 11,500 വ്യവസായശാലകളായി മാറിയിരിക്കുകയാണ്. 400 കോടി റിയാൽ നിക്ഷേപത്തിൽ നിന്ന് ഇന്ന് 1.5 ട്രില്യൺ റിയാലിന്റെ നിക്ഷേപമാണ് ഈ മേഖലയിൽ ആകെയുള്ളത്. വ്യാവസായിക കയറ്റുമതിയിലും വലിയ രീതിയിലുള്ള വർധന ഉണ്ടായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 100 കോടി റിയാലിൽ നിന്നും 25,000-ലധികം റിയാലായാണ് കയറ്റുമതി മൂല്യം വർദ്ധിച്ചിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് 10,000-ൽ കുറവ് തൊഴിലാളികൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് തൊഴിൽ മേഖല വികസിച്ച് 8 ലക്ഷത്തിലധികമായി വർദ്ധിച്ചു. ഈ മേഖലയിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ലഘുവായ്പാ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേക പരിശീലന പദ്ധതികൾ നടപ്പിലാക്കി. ഇതിന്റെ ഭാഗമാണ് വ്യവസായ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം സാധ്യമായത്. എന്തായാലും സൗദിയിൽ നിന്നും നല്ല സന്തോഷകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നു. ഇനി കുവൈറ്റിലേക്ക് പോകാം. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകളിലെ പരിശോധന കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം ശക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടന്ന പരിശോധന അധിക സർവീസ് ചാർജുകൾ ഈടാക്കിയ ഓഫീസുകൾ ഈ ഒരു പരിശോധനയിലൂടെ കണ്ടെത്തിയെന്ന് മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. വിപണിയിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പരിശോധനാ നടപടികൾ അധികൃതർ സ്വീകരിച്ചത്. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നിരക്കുകൾ നേരത്തെ സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ഏകദേശം 750 ദിനാറും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് 575 ദിനാറുമായിരുന്നു സർക്കാരിന്റെ നിരക്ക്. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ രാജ്യത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അനധികൃതമായി വില വർദ്ധിപ്പിച്ചാൽ ശക്തമായ നിയമ നടപടികളും പിഴയും ചുമത്തുമെന്നും അധികൃതരുടെ മുന്നറിയിപ്പ്. നിലവിൽ രാജ്യത്ത് 48 റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിൽ 4 ഓഫീസ് ലൈസൻസുകൾ റദ്ദാക്കുകയും 60ഓളം പുതിയ ലൈസൻസുകൾ നൽകുകയും ചെയ്തതായി കണ്ടെത്തുകയും ചെയ്തു. ഈ കാലയളവിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്കെതിരെ 377 പരാതികൾ കിട്ടിയെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്.